ആശാ സമരം തീർക്കാൻ ഇടപെടലുമായി സർക്കാർ. സമരക്കാരുമായി ചർച്ച നടത്തുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ച് എഴുതി തന്നാലേ പിന്മാറൂവെന്ന് ആശമാർ. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത് നാളെ മുതൽ നിരാഹാര സമരം പ്രഖ്യാപിച്ചതിനാൽ. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മടക്കിക്കൊണ്ടുവന്നതിൽ നാസയ്ക്കും സ്പേസ് എക്സിനും അഭിനന്ദന പ്രവാഹം. ട്രംപ് വാഗ്ദാനം പാലിച്ചെന്ന് വൈറ്റ് ഹൌസ്. 9 മാസത്തെ ആശങ്കയ്ക്ക് വിരാമമായി. സുനിത വില്യംസും സംഘവും ഭൂമി തൊട്ടത് പുലർച്ചെ 3:40. വഖഫ് നിയമം തിരുത്താതെ ഇരകൾക്ക് നീതി കിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്ന് കത്തോലിക്ക സഭ. മുനമ്പത്തെ ജനത പേടിക്കേണ്ടെന്ന് പറഞ്ഞവർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ദീപികയിൽ വിമർശനം. വഖഫ് ഭേദഗതിയെ എതിർക്കുന്നവർ ഇനിയെങ്കിലും തിരുത്തണമെന്നും മുഖപ്രസംഗം. തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന മട്ടിൽ സംസാരിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ്. നിർമ്മല സീതാരാമന്റെ നോക്കുകൂലി വിമർശനത്തെ ചൊല്ലി UDF LDF തർക്കം. കേരളത്തിലെ തൊഴിലന്തരീക്ഷം BJP സംസ്ഥാനങ്ങളെക്കാൾ മെച്ചമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും എളമരം കരീമും. കേരള ഹൌസിലെ വിവാദ ചർച്ചയിൽ നിന്ന് വഴിമാറ്റാനുള്ള ബോധപൂർവ്വ നീക്കമെന്ന് സതീശനും ചെന്നിത്തലയും. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. It was interesting that finally Prime Minister Modi in Samarkand said directly in front of the world's cameras, this is not an era for war, Mr. President. മോദി പ്രശംസയുമായി കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ. മോദി റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ നേതാവെന്ന് തരൂർ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ എതിർത്ത മുൻ നിലപാട് തരൂർ തിരുത്തി. മോദിയുടെ രാജ്യാന്തര നയതന്ത്രജ്ഞതയ്ക്കുള്ള പുകഴ്ത്തൽ ഏറ്റെടുത്ത് BJP. കൊല്ലത്ത് 2 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നു മാതാപിതാക്കളുടെ ആത്മഹത്യ. സംഭവം മയ്യനാട് താന്നിയിൽ. സാമ്പത്തിക ബാധ്യതയും അച്ഛന്റെ രോഗവും ക്രൂരകൃത്യത്തിന് കാരണമെന്ന് പോലീസ്. പ്രമേഹ രോഗികളായ കുട്ടികൾക്ക് നേരെ കണ്ണടച്ച് സർക്കാർ. സൗജന്യ ഇൻസുലിൻ വിതരണം വെട്ടിക്കുറച്ചു. ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് പകരം നൽകുക സാധാരണ ഇൻസുലിൻ. സാമ്പത്തിക പ്രതിസന്ധി എന്ന ന്യായീകരണവുമായി സാമൂഹ്യനീതി വകുപ്പ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശമാരുമായി വീണ്ടും സർക്കാർ ചർച്ച നടത്തുകയാണ്. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറേറ്റിൽ നടക്കുന്ന ചർച്ചയിൽ ആശാ വർക്കർമാരുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. നാളെ നിരാഹാര സമരം തുടങ്ങാനിരിക്കെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, കഴിഞ്ഞ ദിവസം ഇറക്കിയ സർക്കുലറിൽ പോലും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ആശമാർ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച് എഴുതി തരണം എന്ന നിലപാടാണോ ആശമാർക്ക് ഇപ്പോഴുള്ളത്? സമരം തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? മഞ്ജുഷ, 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 38 ദിവസമായി ആശാ വർക്കർമാരുടെ സമരം, അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ പുരോഗമിക്കുന്നത്. അതിൽ 3ാം ഘട്ടമായി നിരാഹാര സമരം അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി NHM ഡയറക്ടർ തന്നെ ആശാ വർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. 12:30ക്കാണ് ചർച്ച ആരംഭിച്ചത്. ഈ സർക്കാരിന്റെ ഈ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. 62 വയസ്സിൽ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ 5 ലക്ഷം രൂപയായി നൽകാൻ അവർ തയ്യാറാകണം. അതോടൊപ്പം പെൻഷൻ നൽകണം. അതോടൊപ്പം ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണം. ഈ 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യങ്ങളിൽ അനുഭാവപൂർണമായ ഒരു തീരുമാനം ഉണ്ടാകാതെ സമരം അവസാനിപ്പിക്കുകയില്ല എന്ന നിലപാടിൽ ആശാ വർക്കർമാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അല്പസമയത്തിനകം ഈ ചർച്ചയിലെ ആ തീരുമാനം എന്താണ്, എന്ത് വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ളിൽ ചർച്ച അവസാനിക്കുവാനാണ് സാധ്യത. തീരുമാനം ഉടനുണ്ടായേക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അംഗൻവാടി ജീവനക്കാരുടെ രാപകൽ സമരവും ശക്തമാണ്. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. ആശമാരുടെ സമരം ഒരു വശത്ത്, തൊട്ടടുത്ത് അങ്കണവാടി ജീവനക്കാരും. INTUC സംഘടനയായ ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് സമരം. മിനിമം വേതനം 21,000 ആക്കുക, 5,000 രൂപ ഉത്സവ ഭത്ത നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാരുടേത്. ഞങ്ങൾക്ക് കിട്ടുന്ന ഈ തുച്ഛമായ സാലറിയിൽ നിന്നാണ് ഞങ്ങൾ കറണ്ട് ചാർജ്, വാടക, പച്ചക്കറി വാങ്ങിക്കുന്നത്,
വാട്ടർ ബില്ല് എല്ലാം നൽകണം. ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് 10 വർഷമാകുമ്പോൾ ശമ്പള വർധനോ ഒന്നും നടന്നിട്ടില്ല. സമരത്തിന് മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജ് യൂണിയനുകളുമായി ചർച്ച നടത്തിയിരുന്നു. ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. 9 മാസത്തെ ആശങ്കയ്ക്ക് വിരാമമിട്ട് സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതരായി ഭൂമിയിൽ മടങ്ങിയെത്തി. പുലർച്ചെ 3:27 മെക്സിക്കൻ ഉൾക്കടലിലായിരുന്നു ഡ്രാഗൺ പേടകത്തിന്റെ സ്പ്ലാഷ് ഡൗൺ. പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച 4 യാത്രികരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ദൗത്യം വിജയിച്ചതിൽ സ്പേസ് എക്സിനെയും എലോൺ മസ്കിനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. ട്രംപിനോടും നാസയോടും മസ്ക് നന്ദി പറഞ്ഞു. ദൗത്യം സമ്പൂർണ്ണ വിജയമായിരുന്നുവെന്ന് നാസയുടെ വിശദീകരണം. ലോകമാകെ കാത്തിരുന്ന നിമിഷം. നമ്മൾ ഇന്ത്യക്കാർ ഉറക്കമൊഴിച്ച് ഇമചിമ്മാതെ നോക്കിയിരുന്നു. പുലർച്ചെ 3:24 സ്പ്ലാഷ് ഡൗണിന് മുന്നോടിയായി പാരഷൂട്ടുകൾ ആകാശത്ത് ചിറകു വിടർത്തി. നിമിഷങ്ങൾ എണ്ണി ലോകം. മാനവരാശിക്കാകെ അപ്പോൾ ഒരൊറ്റ ആകാശം. ആ ആകാശത്ത് നിന്ന് ഇന്ത്യയുടെ അഭിമാനമായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെട്ട 4 അംഗ സംഘമടങ്ങിയ ഡ്രാഗൺ ഫ്രീഡം പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ചു. നിശ്ചയിച്ചതിൽ അണുവിട തെറ്റാതെ 3:27 സ്പ്ലാഷ് ഡൗൺ. കടൽ പരപ്പിൽ ഇറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത് നേവി സീലിന്റെ ബോട്ട്. 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധന. തുടർന്ന് 3:55 MV മേഗൻ റിക്കവറി ഷിപ്പിലേക്ക് പേടകം മാറ്റി. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ അപ്രതീക്ഷിത അതിഥികളായി 2 ഡോൾഫിനുകളും. 4:08 പേടകത്തിന്റെ വാതിൽ തുറന്നു. 10 മിനിറ്റിന് ശേഷം യാത്രികരെ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിച്ചു. ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് പിന്നിട്ട 9 മാസത്തിന്റെ പ്രതിഫലനങ്ങൾ ശരീരത്തിലുള്ളതിനാൽ പ്രത്യേക സ്ട്രെച്ചറിൽ പുറത്തേക്ക്. ആദ്യം പുറത്തിറങ്ങിയത് നിക് ഹേഗ്, പിന്നെ അലക്സാണ്ടർ ഗോർബനീസ്. സ്പേസ് എക്സ് ക്രൂ 9 ദൗത്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ ഇവരാണ് മടങ്ങിവരവിൽ ഡ്രാഗൺ ഫ്രീഡം പേടകത്തെ നിയന്ത്രിച്ചത്. തൊട്ടു പിന്നാലെ നമ്മളെല്ലാം കാത്തിരുന്ന ആ പുഞ്ചിരി കൈവീശിയെത്തി. സുനിത വില്യംസ്, ഇന്ത്യയുടെ കൂടി അഭിമാനം. നാലാമതായി ബുച്ച് വിൽമോർ. നിശ്ചയിച്ചതിനേക്കാൾ 278 ദിവസം കൂടുതൽ ബഹിരാകാശത്ത് തങ്ങി 4577 തവണ ഭൂമിയെ വലം വെച്ച് 195 ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചുള്ള മടക്കം. പ്രോട്ടോകോൾ പ്രകാരം 4 പേരെയും നാസയുടെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് മാറ്റി. ഇനിയുള്ള കുറച്ചു നാളുകൾ മെഡിക്കൽ നിരീക്ഷണത്തിൽ. ചരിത്രത്തിന്റെ ഭാഗമായ 4 പേരെയും നാസ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. എലോൺ മസ്കിനും സ്പേസ് എക്സിനും നാസയ്ക്കും നന്ദി പറഞ്ഞ് വൈറ്റ് ഹൌസും, സ്പേസ് എക്സിനും നാസയ്ക്കും ഡൊണാൾഡ് ട്രംപിനും നന്ദി പറഞ്ഞ് മസ്കും. അമേരിക്കയുടെ മുന്നോട്ടു പോക്കിലെ ഏറ്റവും നിർണായകമായ കൂട്ടുകെട്ടിനു കൂടി ഇന്ന് ബഹിരാകാശവും ഭൂമിയും സാക്ഷിയായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 9 മാസങ്ങൾക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും സന്തോഷത്തോടെ കൈവീശിയാണ് പേടകത്തിൽ നിന്നിറങ്ങിയത്. ചുറ്റിലും കൂടിയവർ 4 പേരെയും സ്വീകരിച്ചത് കയ്യടിയോടെ. സുരക്ഷിതമായി കപ്പലിലെത്തിയ പേടകത്തിലെ റിക്കവറി 30 മിനിറ്റിനകമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ രാവിലെ സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ 9 മൊഡ്യൂൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിലേക്ക് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപ് ഏകദേശം 15000 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് പേടകത്തിൽ നിന്ന് സോളാർ പാനൽ അടക്കമുള്ള ട്രങ്ക് ഭാഗം വിട്ടുമാറി. ഇന്ത്യൻ സമയം പുലർച്ചെ 2:41 ഡി ഓർബിറ്റ് ജ്വലനം തുടങ്ങി. ട്രങ്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കത്തിയമർന്നു. 2:49 ഡി ഓർബിറ്റ് ജ്വലനം പൂർത്തിയായി. 2:54 ഡി ഓർബിറ്റ് ബേൺ വിജയകരമായി പൂർത്തിയാക്കി. 2:57 നോസ്കോൺ അടയ്ക്കൽ പൂർത്തിയായി. പേടകം അതിവേഗം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് വേഗം കുറച്ചു. പിന്നെ പതിയെ
നിയന്ത്രിതമായ നിലയിൽ അന്തരീക്ഷത്തിലേക്ക്. പുലർച്ചെ 3:11 ഫ്രീഡം ഡ്രാഗൺ ക്യാപ്സൂളിൽ നിന്ന് ഭൂമിയിലേക്ക് സന്ദേശമെത്തി. തുടർന്ന് പേടകത്തിന്റെ വേഗം പതിയെ കുറഞ്ഞു. പിന്നാലെ 3:24 സ്പ്ലാഷ് ഡൌണിനായുള്ള പാരച്യൂട്ടുകൾ തുറന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 പേടകവുമായി ഫ്ലോറിഡ തീരത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് 4 പാരച്യൂട്ടുകളും സാവധാനം പറന്നിറങ്ങി. Whether it be Crew 12 as the next flight or Starliner. We're also looking at some options for Starliner should we need to. കടൽ പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യമെത്തിയത് നേവി സീലിന്റെ ബോട്ട്. പിന്നീട് 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധന. ശേഷം 3:55 പേടകത്തെ MV മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. നാല് 10 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:17 പേടകത്തിനകത്ത് നിന്ന് ആദ്യത്തെ അംഗം കമാൻഡർ നിക് ഹേഗ് പുറത്തിറങ്ങി. And that is NASA astronaut Nick Hague, commander of Crew 9. 4:20 അലക്സാണ്ടർ ഗോർബനേവ് പുറത്തേക്ക്. 4:21 മൂന്നാമതായി സുനിത വില്യംസ് പുറത്തിറങ്ങി. ചിരിയോടെ ചുറ്റുമുള്ളവരെ അഭിവാദ്യം ചെയ്ത് സുനിത. That is none other than Sunny Williams. Big smile, big waves. 4:22 നാലാമതായി ബുച്ച് വിൽമോറും പുറത്തേക്ക്. 4:25 യാത്രികരെല്ലാവരും പുറത്തിറങ്ങി. 4 പേരും പുറത്തിറങ്ങിയത് നിറഞ്ഞ ചിരിയോടെ. ചുറ്റിലും കൂടിയവർ സ്വീകരിച്ചത് കയ്യടികളോടെ. പിന്നീട് ഇവരെ പ്രത്യേക സ്ട്രെച്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. Once again, some elation and cheers there from Butch Wilmore, as we mentioned before. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലോകം കാത്തിരുന്ന സന്തോഷ വാർത്തയാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 എത്തിയത്. അഭിമാനവും സന്തോഷവും ഇരട്ടിയാക്കിയ ഈ നിമിഷത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ലോകവും ലോക നേതാക്കളും. സുനിത വില്യംസും സംഘവും ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലെത്തിയതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിനന്ദനം വന്നു. ഇലോൺ മസ്കിനും സ്പേസ് എക്സിനും പ്രശംസ. ഡൊണാൾഡ് ട്രംപ് നൽകിയ ഉറപ്പ് പാലിച്ചെന്നായിരുന്നു വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. ഒപ്പം നാസയ്ക്കും സ്പേസ് എക്സിനും അഭിനന്ദനവും. സ്പേസ് എക്സിനെയും നാസയെയും അഭിനന്ദിക്കുകയായിരുന്നു ഇലോൺ മസ്ക്. ഒപ്പം ദൗത്യത്തിന് ഉറച്ച പിന്തുണ നൽകിയ ഡൊണാൾഡ് ട്രംപിന് നന്ദിയും. 4 പേരും സുരക്ഷിതരായി തിരിച്ചെത്തിയതിൽ അത്യന്തം സന്തോഷമെന്ന് നാസയും അറിയിച്ചു. ഇന്ത്യക്കും അഭിമാനമാണ് ഈ ദൗത്യ വിജയം. സന്തോഷവും അഭിമാനവും വാനോളം ഉയർത്തുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. അചഞ്ചലമായ ദൃഢനിശ്ചയം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കും. അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച എല്ലാവരിലും അഭിമാനം. ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുതുചരിത്രമെന്നും ഹൃദയാഭിവാദ്യങ്ങളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമാണെന്ന് പോലീസ്. ഷിബിലയുടെ കഴുത്തിലേറ്റ കുത്താണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. യാസിറിന്റെ ആക്രമണത്തിൽ പരുക്കേറ്റ ഷിബിലയുടെ അച്ഛൻ അബ്ദുറഹ്മാന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കൊല നടത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രതി വീട്ടിലെത്തിയതെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ യാസിറിന്റെ കുടുംബത്തിനും പങ്കുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഷിബിലയുടെ പിതാവിന്റെ വാശിയാണ് സംഭവത്തിന്റെ പിന്നിലെന്നാണ് യാസിറിന്റെ കുടുംബം പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുറഹ്മാന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അബ്ദുറഹ്മാനെ ഐസിയുവിൽ നിന്നും വാർഡിലേക്ക് മാറ്റി. ഭാര്യയുടെ ആരോഗ്യനിലയും മെച്ചപ്പെട്ടു. സ്ഥിരമായ ലഹരിക്കടിമയാണ് യാസിറെങ്കിലും കൃത്യം നടന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. പ്രേമവിവാഹം നടത്തിയ യാസിറും ഷിബിലിയും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഷിബിലി പരാതി നൽകിയതിനെ തുടർന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും സർട്ടിഫിക്കറ്റുകൾ കൈമാറാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു.
ഇന്നലെ ഉച്ചയോടെ യാസിർ ഷിബിലിയുടെ വീട്ടിലെത്തി സർട്ടിഫിക്കറ്റുകൾ കൈമാറി. തുടർന്ന് വൈകിട്ടെത്തി സലാം ചൊല്ലി പിരിയാമെന്നറിയിച്ചു. നോമ്പ് തുറന്നതോടെ യാസിർ എത്തുകയും വീടിന് പുറത്തേക്ക് വലിച്ചിഴച്ച് കുത്തുകയുമായിരുന്നു. തടയാൻ ചെന്ന നാട്ടുകാരന് നേരെയും ഇയാൾ കത്തിവീശി. ഞാൻ വരുമ്പോൾ അവളെ ബ്ലഡ് വൈകി അവിടെ കിടക്കുകയായിരുന്നു. അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഞാനങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ നേരെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവൻ്റെ നേരെ വീശി. അവൻ കാറിലേക്ക് കയറിയപ്പം ഈ കാറ് ഞാൻ സൈക്കിള് കാറിൻ്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. ഭാര്യയുമായി ബന്ധം ഏർപ്പെടുത്തുന്നതിൽ യാസിറിന് പൂർണ്ണ താൽപര്യമില്ലായിരുന്നുവെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത മുൻ വാർഡ് മെമ്പർ വർഗീസ് പറഞ്ഞു. എന്നാൽ യാസിറിൽ നിന്നും കടുത്ത പീഡനമാണ് ഷിബിലിക്ക് നേരിടേണ്ടി വന്നത്. 3 വയസ്സുള്ള കുട്ടിയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് ക്ഷണിച്ചില്ലെന്നാരോപിച്ച് ഷിബിലിയുടെ വസ്ത്രങ്ങൾ കത്തിച്ച് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നതായും വർഗീസ് പറഞ്ഞു. നീ അങ്ങോട്ട് പോവുകയും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട എന്ന് ഇവന് താക്കീതും കൊടുത്തിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല. അത് വലിയ വികാരം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നോട് ഇവനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ വരാതെ ഇവളുടെ തുണിയെടുത്ത് അവൻ കത്തിച്ചു. ഷിബിലിയുടെ പിതാവാണ് നിലവിലെ സംഭവവാസങ്ങൾക്ക് കാരണമെന്നാണ് യാസിറിന്റെ കുടുംബത്തിന്റെ ആരോപണം. ചെറിയ സൗന്ദര്യപ്പിണക്കം മാത്രമായിരുന്നു ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്നത്. 2 ദിവസത്തേക്കെന്ന് പറഞ്ഞാണ് ഷിബിലി വീട്ടിലേക്ക് പോയത്. പിന്നീട് കുടുംബത്തിന്റെ പ്രേരണയിൽ അവിടെ തന്നെ തുടരുകയായിരുന്നു. ഭാര്യയും കുട്ടിയും കാണാൻ പിതാവ് അനുവദിക്കാഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമെന്ന് കരുതുന്നതായും യാസിറിന്റെ അമ്മ സാബിറ പറഞ്ഞു. തെറ്റൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ വാശി പിടിക്കില്ല എന്നോളെ വാപ്പയമ്മയൊക്കെ പറഞ്ഞിക്ക് വന്നില്ല, തിരിച്ചു വെട്ടിയില്ല. പിന്നെ 2-3 പോക്ക് വേഗം പോയപ്പോ ഒക്കെ ഓള് പോരാന്ന് പറയുന്നുണ്ട്. വാപ്പ എങ്ങനെയാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലേക്ക് പോണ്ട, കുറച്ചാടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതാ. അങ്ങനെ ഒരു പിന്നെ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് കുറ്റൂസുണ്ട് പറഞ്ഞ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് അത് കൊണ്ടുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞതാ. പിന്നെ ഇതുവരെ വന്നില്ല. കുറ്റകൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ യാസിറിനെ ഇന്നലെ അർദ്ധരാത്രിയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിനടുത്തായിരുന്നു നാട്ടുകാർ ഇയാളെ കണ്ടെത്തിയത്. അബ്ദുറഹ്മാനെ വകുവരുത്താനാണ് യാസിർ ആശുപത്രി പരിസരത്ത് എത്തിയതെന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ഭാര്യാപിതാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഈങ്ങാപ്പുഴയിലെത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാനെതിരെ മാതാവ് ഷെമിയുടെ നിർണായകമായ മൊഴി. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതായും സംഭവ ദിവസം കടം നൽകിയവരിൽ ഒരാൾ വീട്ടിൽ വന്ന് അധിക്ഷേപിച്ചതോടെ അഫാന് പ്രകോപനമായെന്നുമാണ് കിളിമാനൂർ പോലീസിന് ഷെമി നൽകിയിരിക്കുന്ന മൊഴി. കൂട്ട ആത്മഹത്യയ്ക്കാണ് തയ്യാറെടുത്തതെന്നും ഷെമി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് ശേഷം ആദ്യമായാണ് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഫാന്റെ മാതാവ് ഷെമി മകനെതിരെ പോലീസിന് മൊഴി നൽകിയത്. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്നാണ് വെളിപ്പെടുത്തൽ. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. സംഭവം നടന്ന ഫെബ്രുവരി 24-ന് 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. പണം ചോദിച്ച് ബന്ധു വീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപം നേരിട്ടു. അഫാന് ഇത് സഹിച്ചില്ലെന്നാണ് ഷെമിയുടെ മൊഴി. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ ആദ്യം കഴുത്തിൽ ഷാൽ മുറുക്കിയ ശേഷം തല ചുവരിലിടിപ്പിക്കുകയായിരുന്നു. ഇതോടെ ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് അഫാൻ പുറത്തു പോയ ശേഷം തിരികെ വന്നാണ് ചുറ്റിക കൊണ്ട് ആക്രമിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി പറഞ്ഞു. മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിനായി ഇളയ മകനെ കൊണ്ട് യൂട്യൂബിൽ വീഡിയോകൾ കാണിക്കുമായിരുന്നുവെന്നും ഇവർ പോലീസിനോട് വെളിപ്പെടുത്തി. അതേസമയം ഭർത്താവ് അബ്ദുൾ റഹീം അറിയാതെയുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതയുടെ കാരണം എന്താണെന്നതിൽ ഷെമി വ്യക്തമായ മറുപടി നൽകിയില്ല. കട്ടിലിൽ നിന്നും വീണപ്പോൾ സംഭവിച്ചതെന്നായിരുന്നു ഇന്നലെ രാവിലെ വരെ ഷെമി പറഞ്ഞിരുന്നത്. അതിനിടെ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് കിളിമാനൂർ CI മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു പുതിയ വിവരം നൽകിയത്. അഫാൻ ആക്രമിച്ചതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേസിൽ ഷെമിയുടെ മൊഴി നിർണായകമാകും. 3 കേസുകളായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഷെമിയുടെ മൊഴി വരും ദിവസങ്ങളിലും രേഖപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം താന്നിയിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ജീവനൊടുക്കി. അജീഷ്, ഭാര്യ സുലു, മകൻ ആദി എന്നിവരാണ് മരിച്ചത്. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. പേര് വിളിച്ചാൽ ഞാനറിയിക്കും. നോക്കിയപ്പോ കുറച്ചധികം ആദ്യം തെറ്റിദ്ധരിച്ചില്ല. പിന്നെയും എഴുന്നേൽക്കാത്തപ്പോഴാണ് വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച. അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കൊല്ലം താന്നിയിലാണ് ഈ സംഭവം. വിനേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ്, സാമ്പത്തിക ബാധ്യതയാണ് ഈ ക്രൂരകൃത്യത്തിന് കാരണം എന്നാണല്ലോ പറയുന്നത്. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ?
മഞ്ജുഷ, പോലീസ് സ്ഥലത്തെത്തി അന്വേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ഈ അജീഷിന്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അജീഷിന്റെ അച്ഛനും അമ്മയും ഇവരെ വിളിച്ചിട്ട്, അതായത് ഈ അജീഷിനെയും ഭാര്യയെയും വിളിച്ചിട്ട് കതക് തുറക്കാതെ ആയതോട് കൂടിയാണ് ഇവർ തൊട്ടടുത്തുള്ള നാട്ടുകാരെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ നാട്ടുകാർ വന്ന് കതക് പോലീസ് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കാണാൻ ഇടയായത്. സംഭവം ഇങ്ങനെയാണ്: അജീഷും ഭാര്യയും ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലും, അതുപോലെ ഇവരുടെ 2.5 വയസ്സുകാരനായ ആദി അടുത്ത ബെഡിൽ മരിച്ചു കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു കാഴ്ച വളരെ ഞെട്ടലോടെയാണ് നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വിവരം പോലീസ് സ്ഥലത്തെത്തി അതിന്റെ നിയമ നടപടികളിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നാട്ടുകാരിൽ നിന്നും ഈ അജീഷ്, ഈ കുടുംബം വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഈ ഒരു കടബാധ്യതയാണോ ഈ ഇത്തരം കൃത്യത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. പോലീസ് നാട്ടുകാർ അത്തരത്തിലുള്ള ഒരു ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അജീഷ് രോഗബാധിതനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അർബുദ രോഗം സ്ഥിരീകരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിലുണ്ടായ ഒരു മനോവിഷമമാണോ ഈ കുടുംബത്തെ ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ഉളിയകോവിലിലെ കൊലപാതകത്തിനും ആത്മഹത്യയ്ക്കും പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് പോലീസ്. കൊലപാതകത്തിനായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് പ്രതി തേജസ് രാജ് നടത്തിയത്. കൃത്യം നടത്തിയ ശേഷം തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കാൻ ശ്രമിച്ചത് യാദൃച്ഛികമല്ലെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ തേജസിന്റെ സുഹൃത്ത് ഫ്ലോറിക്കിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. തുയ്യം ഇടവക സെമിത്തേരിയിലാണ് സംസ്കാരം നടന്നത്. 10 വർഷം മുൻപ് ആലപ്പുഴ ഹരിപ്പാട് യുവാവിനെ കാണാതായ സംഭവത്തിൽ പോലീസ് തുടരന്വേഷണം തുടങ്ങി. രാകേഷിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയതാണെന്ന് ആരോപിച്ച് മാതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിൽ ഹരിപ്പാട് സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്ന് വൻ ആയുധശേഖരം പോലീസ് പിടിച്ചെടുത്തിരുന്നു. മകന്റെ തിരോധാനം കൊലപാതകമാണെന്ന് ആരോപിച്ച് ഹരിപ്പാട് താമല്ലാക്കൽ പുത്തൻവീട്ടിൽ രമ കോടതിയെ സമീപിച്ചതോടെയാണ് രാകേഷിന്റെ തിരോധാനത്തെക്കുറിച്ച് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി രമ ഹരിപ്പാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. 2015 നവംബർ 5 രാത്രിയാണ് രാകേഷിനെ കാണാതാകുന്നത്. പിന്നീട് കാണാതായ ഭാഗത്തു നിന്നും രക്തക്കറകളും മുടിയും കണ്ടെത്തിയിരുന്നു. രക്തസാമ്പിൾ പരിശോധിച്ചതിൽ നിന്ന് രാകേഷിന്റേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. കുമാരപുരം സ്വദേശികളായ കിഷോർ, ശ്രീകുമാർ, ആദിത്യൻ, താമല്ലാക്കൽ സ്വദേശികളായ ബിജു, ബൈജു, ബിനു എന്നിവർ ചേർന്ന് രാകേഷിനെ കൊലപ്പെടുത്തിയെന്നാണ് ഹർജിയിൽ പറയുന്നത്. ഹർജി പരിശോധിച്ച കോടതി കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിളിച്ചു വരുത്താൻ ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് കിഷോറിന്റെ വീട്ടിൽ ഹരിപ്പാട് പോലീസ് നടത്തിയ റെയ്ഡിൽ വിദേശ നിർമ്മിത തോക്ക്, 50 വെടിയുണ്ടകൾ ഉൾപ്പെടെ വൻ ആയുധശേഖരം കണ്ടെത്തി. കിഷോർ ഇപ്പോൾ ഒളിവിലാണ്. പ്രതീക്ഷയുണ്ട്. ഇന്നലെ കിഷോറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ആയുധം അവൻ്റെ ഈ തോക്കുണ്ട്. ഒരു പക്ഷേങ്കിൽ എൻ്റെ മോനെ തോക്കുകൊണ്ട് വെടിവെച്ച് എന്തോ വെട്ടിയാണോ എന്താണ് അപ്പോൾ അവൻ ചിന്തിക്കുമ്പോൾ. ആദിത്യൻ മറ്റൊരു കേസിൽ ജയിലിലായിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളോട് രാകേഷിനെ കൊലപ്പെടുത്തിയ വിവരം പറഞ്ഞതായും വാദിഭാഗം പറയുന്നു. ഇതിൽ ബിനുവും ബൈജുവും നേരത്തെ തന്നെ കാണാതായ രാകേഷുമായി സംഘർഷത്തിലേർപ്പെട്ടവരാണ്. ശ്രീകുമാർ രാജേഷിന്റെ വീടിനടുത്തുള്ള സ്ത്രീയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്നത് രാകേഷ് ചോദ്യം ചെയ്തതും വൈരാഗ്യത്തിന് ഇടയാക്കി. കുറ്റാരോപിതരിൽ ഒരാളായ അജേഷിന്റെ ഭാര്യയുമായി രാകേഷിന് അടുത്ത ബന്ധം ഉണ്ടായിരുന്നതും കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കിഷോർ ഉൾപ്പെടെ ഹർജിയിൽ പറയുന്ന എല്ലാവരും സുഹൃത്തുക്കളും അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ്. പ്രതികളെ സംരക്ഷിക്കുന്നതാണ് ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല. പുള്ളിയുടെ ഏറ്റവും അടുത്ത കൈക്കാരാണ് ഇവരെല്ലാം. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു തെളിവില്ലാതെ പുള്ളിക്ക് കൊടുത്ത പരാതി എന്താണെന്ന് പോലും പുള്ളി നോക്കിയില്ല. പുള്ളി അപ്പം ഇവർ പണക്കാരാണ്, ഞാൻ വെറും ഗതികെട്ടവള. പുള്ളി അതേപോലെ ആ കേസിനെ എഴുതി തള്ളിയെന്ന് വേണം പറയാൻ. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് മേൽ ഒതുക്കി തീർത്തുവെന്ന് ആരോപിക്കപ്പെട്ട തിരോധാന കേസാണ് ഒടുവിൽ കൊലപാതകമെന്ന നിഗമനത്തിൽ വീണ്ടും വെളിച്ചം കാണുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 5 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബാങ്കോങ്ങിൽ നിന്ന് 15 കിലോ കഞ്ചാവുമായി എത്തിയ 2 സ്ത്രീകളാണ് പിടിയിലായത്. രാജസ്ഥാൻ സ്വദേശി മാൻവി, ഡൽഹി സ്വദേശി സ്വാൻവി എന്നിവരെ അറസ്റ്റ് ചെയ്തു.
കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ മുഖ്യപ്രതികൾ പിടിയിലായി. ബംഗാൾ സ്വദേശികളായ സുഹൈൽ ഷേഖ്, അഹിന്ദ മൊണ്ടേൽ എന്നിവരെയാണ് മൂവാറ്റുപുഴയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. രണ്ടുപേരുമാണ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയത്. കേസിൽ ഇതുവരെ 6 പേരെയാണ് പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കിടയിൽ സുഹൈൽ ബായ് എന്ന് വിളിപ്പേരുള്ള സുഹൈൽ ഷെയ്ഖിനെയും കൂട്ടാളിയുമാണ് പിടികൂടിയത്. പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ ആലുവയിൽ നിന്ന് സുഹൈൽ മൂവാറ്റുപുഴയിലേക്ക് ഒളിവിൽ പോയി. ഇന്ന് പുലർച്ചെയാണ് ഇയാളെ പിടികൂടുന്നത്. കൂട്ടാളി അഹിന്ദ മണ്ടേലിനെയും അറസ്റ്റ് ചെയ്തു. ഇരുവരും ചേർന്നാണ് പോളിടെക്നിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിറ്റത്. പിടിയിലായ അനുരാജ് സുഹൈലിന് പണം കൈമാറിയ രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അനുരാജിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഒറീസയിൽ നിന്നാണെന്നാണ് പ്രതികളുടെ മൊഴി. ഇവർ ജില്ലയിലെ കൂടുതൽ ഹോസ്റ്റലുകളിലേക്ക് കഞ്ചാവ് കൈമാറിയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം അരീക്കോട് കിണറടപ്പിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പോലീസ് ജീപ്പിന്റെ ചില്ല് ചവിട്ടി തകർത്തു. കിണറടപ്പ് സ്വദേശി നിയാസിനെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു ആക്രമണം. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. പ്രദേശത്ത് മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് കത്തി കാണിച്ച് ആളുകളെ ഭയപ്പെടുത്തുകയായിരുന്നു. സിനിമയിലെ ലഹരി ഉപയോഗം നിയമസഭയിൽ ഉന്നയിച്ച് മന്ത്രി സജി ചെറിയാൻ. അക്രമവും മയക്കുമരുന്ന് ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തോടും സെൻസർ ബോർഡിനോടും അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. OTTയിലും ഇത്തരം സിനിമകൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയമുള്ളതിനാൽ സിനിമയുടെ ഉള്ളടക്കത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അതിന്റെ ഭാഗമായി ഈ മയക്കുമരുന്ന് വീണ്ടും ശശി തരൂരിന്റെ മോദി പ്രശംസ. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയാണ് തരൂർ രംഗത്തെത്തിയത്. പ്രസ്താവന വിവാദമായതോടെ പുകഴ്ത്തൽ രാഷ്ട്രീയമായി കാണരുതെന്ന വിശദീകരണവും തരൂർ നൽകി. ഡൽഹിയിൽ നടന്ന റൈസിന ഡയലോഗ്സിലാണ് തരൂരിന്റെ മോദി പ്രശംസ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയം ശരിയാണ്. 2 രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും തരൂർ വ്യക്തമാക്കി. I felt that we had let down a number of the principles that we've always stood for since independence. I'm pleased to say that India's position did evolve to the point where these principles are now being advocated regularly by India. It was interesting that finally Prime Minister Modi in Samarkand said directly in front of the world's cameras, "This is not an era for war, Mr. President," which is as clear a message. And as recently as November, Jaishankar, the foreign minister, was in Moscow and he kept talking about the vital importance of peace and dialogue and so on. So I'd say that India in its own way is pushing for a solution. പ്രസ്താവന വൻ വിവാദമായതോടെ പതിവ് പോലെ വിശദീകരണവുമായി തരൂർ രംഗത്ത് വന്നു. തന്റെ പ്രസ്താവന രാഷ്ട്രീയമായി മാത്രം കാണരുത്. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്. പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല കേട്ടോ. ഇതിൽ തീരെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വിഷയമല്ല. തുടർച്ചയായി മോദി സ്തുതികൾ നടത്തി പാർട്ടിയെ തരൂർ പ്രതിസന്ധിയിലാക്കാറുണ്ട്. അടുത്തിടെ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയങ്ങളെ പുകഴ്ത്തി നിലപാടെടുത്തത് വൻ വിവാദമായിരുന്നു. തരൂരിന്റെ പുതിയ മോദി സ്തുതിയോട് കരുതലോടെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പ്രതികരണം. ന്യൂസ് 18 ഡൽഹി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നോക്കുകൂലി പ്രസ്താവനയ്ക്കെതിരെ ഇടത് നേതാക്കൾ രംഗത്ത്. BJP സംസ്ഥാനങ്ങളെക്കാൾ മികച്ച തൊഴിൽ സാഹചര്യമാണ് കേരളത്തിലെന്നാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. കേരളത്തിലെ തൊഴിൽ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രിയുടേതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങളെ കേന്ദ്രമന്ത്രി തെറ്റായി ചിത്രീകരിച്ചെന്ന് മന്ത്രി P രാജീവും പറഞ്ഞു. എന്നാൽ നിർമ്മല സീതാരാമനുമായുള്ള കേരള ഹൗസിലെ മുഖ്യമന്ത്രിയുടെ സന്ദർശന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകൂലി പ്രസ്താവന ബോധപൂർവം ഉണ്ടാക്കിയതാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ നുണ പറയുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. നോക്കൂലി അടക്കമുള്ള തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ സർക്കാർ ഉത്തരവിലൂടെ തന്നെ നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര ധനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന നിഷ്കളങ്കമല്ല. സ്വന്തം വാക്കുകളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്ത നേതാവും മന്ത്രിയുമാകരുത് ശ്രീമതി നിർമ്മല സീതാരാമൻ. നോക്കുകൂലി എന്ന സമ്പ്രദായം ഇന്ന് കേരളത്തിലില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു തൊഴിലാളി ആ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. നടപടി സ്വീകരിച്ചോളണം. ആരാ നടപടി സ്വീകരിക്കണമെങ്കിൽ അവരെ നടപടി സ്വീകരിച്ചോളണം. ഇപ്പോഴത്തെ കേരളത്തിലെ അന്തരീക്ഷം കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി അല്ലെങ്കിൽ ഒരു 10-15 വർഷക്കാലമായി അതല്ല. ഞാനെല്ലാം ട്രേഡ് യൂണിയൻ സെക്ടറിലുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റുകളാണ്. ഞങ്ങളൊന്നും ഒരു സ്ഥാപനത്തിന് സമരം ചെയ്യിപ്പിക്കാറില്ല. കാലം വരുത്തിയ മാറ്റമാണ്. കാലം വരുത്തിയ സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്.
ധനമന്ത്രിയുടെ നോക്കുകൂലി പ്രസ്താവന രാജ്യസഭയിൽ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് എം പി. വയനാട് ദുരന്ത സഹായത്തിൽ കേരളത്തിന് അവഗണനയെന്ന് ചൂണ്ടിക്കാട്ടുന്നതിനിടെയാണ് നോക്കുകൂലി പ്രസ്താവന രാജ്യസഭയിൽ ഉന്നയിച്ചത്. We expected the union government to at least declare some relief for Kerala in the budget. Now the Honorable Finance Minister is very keen about Nokkuguli of Kerala. But I would urge upon the government to extend all possible help for the rehabilitation of Wayanad victims, sir. Thank you very much. വഖഫ് നിയമത്തിൽ ഹൈക്കോടതി വിധി ആയുധമാക്കി ദീപിക എഡിറ്റോറിയൽ. വഖഫ് പാവമാണെന്ന് പറഞ്ഞവർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ദീപിക. ശരീഅത്ത് നിയമത്തിന്റെ പ്രാകൃത വകുപ്പുകളെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ പൊരുതുന്നവർ തിരുത്തണമെന്നും ദീപിക ആവശ്യപ്പെടുന്നു. പേരെടുത്തു പറയാതെ കോൺഗ്രസിനെയും CPM-നെയും രൂക്ഷമായി വിമർശിക്കുകയാണ് ദീപിക എഡിറ്റോറിയൽ. അസഹനീയമായ മതപ്രീണന രാഷ്ട്രീയമാണ് ഇവർ നടത്തുന്നതെന്ന് ദീപിക കുറ്റപ്പെടുത്തുന്നു. വഖഫ് നിയമത്തെ ശരീഅത്ത് നിയമം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് വിമർശനം. ഇതിന്റെ പ്രാകൃത വകുപ്പുകളെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ പൊരുതുന്നവർ തിരുത്തണമെന്ന് കോൺഗ്രസിനെ ഉന്നം വെച്ചുകൊണ്ട് ദീപിക പറയുന്നു. മുനമ്പം കമ്മീഷൻ റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. മുനമ്പം പ്രശ്നം സർക്കാരിന് തന്നെ വേഗത്തിൽ പരിഹരിക്കാവുന്നതാണെന്ന പ്രതിപക്ഷ നിലപാട് തള്ളിക്കൊണ്ടാണ് ദീപികയുടെ വിലയിരുത്തൽ. വഖഫ് നിയമം നിലനിൽക്കുമ്പോൾ അതിന്റെ ഇരകൾക്ക് നീതി നൽകാനാകില്ല. ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് മതേതര നിലപാട് ശരിവെക്കുന്ന വിധിയാണ്. കേരളത്തിലെ മതേതര വിശ്വാസികളെ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ഇടതു വലതു മുന്നണികൾ ചെയ്യുന്നതെന്നും ദീപിക ചൂണ്ടിക്കാട്ടുന്നു. നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തണമെന്നും ദീപിക ആവശ്യപ്പെടുന്നു. ലവ് ജിഹാദ് വിഷയത്തിന് പിന്നാലെ BJPക്ക് ആവേശം പകരുന്നതാണ് ദീപികയുടെ എഡിറ്റോറിയൽ. ജി ശ്രീജിത്ത്, News 18 കോട്ടയം. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ദിൽന ചേരും.